ഹലോ, ഇന്ന് കർക്കിടക മാവായതിനാൽ ഞാൻ എൻ്റെ അച്ചാമ്മയ്ക്ക് ബലിയിടാനായിട്ടാണ് ആലുവ മണപ്പുറത്തേക്ക് പോകുന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ രാവിലെയൊക്കെ. ഇത് ഏകദേശം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 12:30 1 മണിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ കുറവ് കേട്ടോ. ഇന്ന് വെളുപ്പിന് മുതലാണ് കേട്ടോ ഇവിടെ ബലിതർപ്പണത്തിനുള്ള സമയം തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തേക്കൂടെ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല ആലുവ ടൗണിലേക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വാഹന നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബലിയിടണതിൻ്റെ തലേ ദിവസം നമ്മൾ വ്രതം എടുക്കണം കേട്ടോ. ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബലിയിടണം കേട്ടോ. പുഴയുടെ തീരത്ത് തന്നെ ഇങ്ങനെ സ്റ്റാള് കെട്ടിയിട്ട് ഒരുപാട് കർമ്മികളുണ്ട് കേട്ടോ. ഇവരുടെ അടുത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ ദർപ്പണം ചെയ്ത പിണ്ടം ഈ പുഴയിൽ അർപ്പിക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. കർമ്മികളുടെ സ്റ്റാള് ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ ആള് കുറവ്. ഇതൊരു രാവിലെ ആയിരുന്നെങ്കിൽ നിറച്ച ആളായേനെ. ഇത് ആളുള്ളത് കൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പോയത് കേട്ടോ. തിരക്ക് കഴിയാൻ വേണ്ടി നിന്നതാണ്. ഇപ്പോൾ അമ്പലത്തിനോട് ചേർന്ന് വെച്ചേക്കുന്നത് നമ്മൾ നേരത്തെ ബലിതർപ്പണം ചെയ്ത പിണ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയും നമ്മൾ വയ്ക്കാറുണ്ട്. കാക്കകൾക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുഴയിൽ ഇങ്ങനെ ഒഴുക്കി കളയാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഈ ബോട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഈ ടോയ്സിൻ്റെയും അല്ലാതുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കത് കാണാം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ബലിയിടാൻ പോയിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊരി അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പം ഞാനതൊക്കെ ഓർക്കുകയാണ് അത് കാണുമ്പോൾ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഈന്തപ്പഴമൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ മണപ്പുറത്ത് വരണമായിരുന്നു കേട്ടോ. മണപ്പുറത്ത് ഇങ്ങനെ അച്ഛനമ്മയൊക്കെ പോയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മണപ്പുറത്ത് ശിവരാത്രിക്കൊക്കെ പോയിട്ട് വരുമ്പോഴാണ് ഈ ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും നാവലുണ്ട് കേട്ടോ. രണ്ടാഴ്ച മുമ്പ് ഇവിടെ നിറച്ച് വെള്ളം കയറി കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ രാവിലെ. അപ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാനാണ് ഇങ്ങനെ ബാരിക്കേഡ് കെട്ടിയേക്കണത്. പിന്നെ നമുക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പന്തലൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് നല്ല രീതിയിൽ നമുക്ക് ബലിതർപ്പണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.